എസ്കേൻ ദാ ഈ ചെന്താമരയെ കണ്ട കുട്ടികളാണ് നമുക്കൊപ്പം ചേരുന്നത്. എവിടെ വെച്ചാ നിങ്ങൾ കണ്ടത്? ഞങ്ങൾ അവിടെ ഗ്രൗണ്ടിൽ കളി കഴിഞ്ഞിട്ട് ഇരിക്കുകയായിരുന്നു. എല്ലാവരും പോയി, ഞങ്ങൾ 3 പേരെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഒരു സാറ് അവിടെ നിന്ന് ആളെ ഓട്ടിച്ചിട്ട് നിൽക്കടാ കൊണ്ട് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഒരാൾ ഓടണ ഫുഡ് കേട്ടു. അപ്പോൾ ഞങ്ങൾ കയ്യിലുണ്ടായിരുന്ന വടിയൊക്കെ എടുത്തിട്ട് ഇറങ്ങി. അപ്പോൾ ആളൊരു കാടിൻ്റെ ഇതായിരുന്നു, അതിൽ ആൾ പതിഞ്ഞിരുന്നു. ഞങ്ങളെ കണ്ടിട്ട് ആൾ അവിടെ ഇരുന്നു. ഒരു ഇതിൻ്റെ ഉള്ളിൽ കയ്യിലുണ്ടായിരുന്നു ആളുടെ കൈ? അതൊന്നും കണ്ടില്ല. ഞങ്ങളിൽ ഒരു ഫ്ലാഷ് ഉണ്ടായിരുന്നു, 3 ആളും ഉണ്ടായിരുന്നു. എത്ര മണിക്കാ സമയം? ഏകദേശം 7 മണി 6:45 ആ ടൈം. ആള് ഒന്ന് പതിഞ്ഞു. പതിഞ്ഞ് ഞങ്ങൾ എല്ലാവരും വളഞ്ഞപ്പോൾ ആള് സൈഡ് കൂടി ഒരാൾ നല്ല സ്പീഡിൽ ഓടുണ്ടായിരുന്നു. ഞങ്ങൾ ഈ ഒരു ഫ്ലാഷും കൂടി 3 പേരും കൂടി എങ്ങനെ ഓടി? അത് ആള് ഓടി അവിടെ നിന്ന് രക്ഷപ്പെട്ടായിരുന്നു. ആള് ഓടും, അത്ര വെപ്രാളത്തിൽ ഓടുമോ എന്നുള്ളത് നമുക്കറിയില്ല. ആളങ്ങനെ ഓടി. ഞങ്ങൾ അവിടെ നിന്ന് ഒരു ഫ്ലാഷ് ഉള്ളത് കൊണ്ട് ഞങ്ങൾ കുറേ നേരം നോക്കി. ഞങ്ങൾക്ക് ഇത്ര അടുത്തിനെ കാണാൻ പറ്റുള്ളൂ. ഫോണിന്റെ ഫ്ലാഷ് ആയതുകൊണ്ട് ലോങ് കാണാൻ പറ്റുന്നില്ല. അത് ഓടുന്നതാണെന്നുള്ളത്. രൂപം നിങ്ങൾ കണ്ടോ? ആളുടെ രൂപം ഒന്നും കാണാൻ പറ്റുന്നില്ല. ഒരാൾ പതുങ്ങി, നിങ്ങൾ പുറകെ ഓടുന്ന സമയത്ത് അയാൾ ഒരു കാട്ടിൽ പതുങ്ങി. അത് മാത്രമേ ഞങ്ങൾക്ക് വ്യക്തമായിട്ടുള്ളൂ. പോലീസുകാരൻ ഓടി വരുമ്പോഴാണ് നിങ്ങളുടെ ശ്രദ്ധയിൽ ഇത് പെടുന്നത്. ആ സാറ് പറഞ്ഞു, അയാളുടെ പേര് പറഞ്ഞിട്ട് ഞങ്ങളെ കൊണ്ട് അവിടെ നിന്ന് കവർ ചെയ്ത് ആളാണ് നോക്ക് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ആ സാറെ പറഞ്ഞിട്ട് ഞങ്ങൾ ഞങ്ങളുടെ അവിടെ ഉണ്ടായിരുന്ന വടിയെല്ലാം എടുത്തിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഓടിക്കൊണ്ടുവന്ന് നോക്കുമ്പോൾ ആളവിടെ പതുങ്ങുന്നതാണ് ഞങ്ങൾ കണ്ടത്. സമയം ഇരുട്ടായതുകൊണ്ട് പിന്നെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. ആളുടെ ബാക്കിൽ ഞങ്ങൾ ഓടി, ആള് പിന്നെ അവിടെ നിന്ന് കാണാണ്ടായി. അതാണ് അവിടെ സംഭവിച്ചത്. പിന്നെ നിങ്ങൾ ഈ ഫ്ലാഷ് ഇല്ലാത്തതുകൊണ്ട് കൂടുതൽ സ്ഥലത്തേക്ക് പോയില്ല? ഞങ്ങൾ ഞങ്ങളുടെ കൂട്ടുകാരന്മാരിനെയൊക്കെ വിളിച്ചു വരുത്തി. എങ്ങനെ ആ മേഖലയിലെ ഒളിച്ചിരിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണോ? എങ്ങനെയത് സ്ഥലം? അത് കുറ്റിക്കാട് ആയതുകൊണ്ട് അതിനുള്ള ഒളിച്ചിരിക്കാൻ പറ്റിയ സ്ഥലമാണ്. മലയുടെ മുകളിൽ നമ്മൾ കണ്ട ഒരു ഗ്രൗണ്ട് ഉണ്ട്, അവിടെയാണോ ഇത് നിങ്ങളെ കളിസ്ഥലം എന്ന് പറയുന്നതാണ്? ഇതിന്റെ മേലാണ്, ഈ ഗ്രൗണ്ടിലാണ്. നമ്മൾ കണ്ട ഗ്രൗണ്ട് ഉള്ള ആ മേഖലയിലാണ് നിങ്ങൾ കണ്ടത്? കളിസ്ഥലം അതിന്റെ ചോട്ടിൽ കണ്ട തൊടുകിന്റെ ഉള്ളിലാണ് സംഭവം. ആള് നിന്നത് അവിടെ നിന്ന് ഒരു സാറ് മുടിക്കിട്ട് വരുന്നതാണ് ഞങ്ങൾ ഇറങ്ങുന്നത്. ഇവിടെ നിന്ന് ഈ കനാലിന്റെ ഭാഗത്തു നിന്ന് ഒരു പോലീസുകാരൻ ഓടിച്ച് മുകളിലേക്ക് കയറ്റി വരികയായിരുന്നു. അപ്പൊ ഞങ്ങൾ അവിടെ നിന്ന് ഗ്രൗണ്ടിൽ നോക്കിയപ്പോൾ ആളിങ്ങനെ വരുന്നതാണ് ഞാൻ കണ്ടത്. പിന്നെ നിങ്ങൾക്ക് ട്രേസ് ചെയ്യാൻ പറ്റിയില്ല? ഫോണിന്റെ ഫ്ലാഷ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് ട്രേസ് ചെയ്യാൻ പറ്റിയില്ല. എന്താ ഈ പോലീസുകാരൻ നിങ്ങളോട് പിടികൂടാൻ ആവശ്യപ്പെട്ടു? നോക്ക് അതിൽ കൂടെ അവിടെ കവർ ചെയ്യുന്നു മാത്രം പറഞ്ഞു. നിങ്ങളൊരു ശ്രമം നടത്തി, പക്ഷേ ഒന്നും കാണാൻ പറ്റിയില്ല. അതുകൊണ്ടേ ഇത് തന്നെയാണ് സ്കേൻ. അതായത് നമ്മളോടൊപ്പം ചേർന്നത് ഈ പ്രതിയെ കണ്ട, അതായത് ചെന്താമരയെ കണ്ട കുട്ടികളാണ് ഇപ്പോൾ നമുക്കൊപ്പം ചേർന്നത്. അവർ അത് കൃത്യമായി വിശദീകരിക്കുന്നുണ്ട്. അതിൽ അവർ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ചെന്താമരയെ കണ്ടതിന് ശേഷം ഒരു പോലീസുകാരൻ ഓടിച്ചു കൊണ്ടുവരുന്നതാണ്. അതായത് ആലത്തൂർ ഡിവൈഎസ്പിയുമായി നമ്മൾ സംസാരിക്കുമ്പോൾ അദ്ദേഹവും പറഞ്ഞത് ഈ കാര്യം തന്നെയാണ്. അതായത് ഒരു പോലീസുകാരനാണ് ആദ്യം കണ്ടത്. അതൊരു ഫാമിന് സമീപത്ത് വെച്ച് ചെന്താമരയെ കാണുന്നു. അവിടെ നിന്ന് ഈ പോലീസുകാരൻ ഓടിച്ചു കൊണ്ടുവരികയാണ്. അത് കുട്ടികളും സ്ഥിരീകരിക്കുകയാണ്. ഒരു പോലീസുകാരൻ ഈ ചെന്താമരയോടൊപ്പം ഉണ്ടായിരുന്നു. അങ്ങനെ ഓടിച്ചു കൊണ്ടുവരുന്ന സമയത്ത് ഈ കുട്ടികൾക്കടുത്തേക്ക് എത്തുന്ന സമയത്താണ് ഈ കുട്ടികളുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. ഈ പോലീസുകാരൻ ഓടി വരുന്നത്. അപ്പോൾ അയാളെ കവർ ചെയ്യൂ, ചെന്താമരയാണ് അതെന്ന് വിളിച്ചു പറഞ്ഞു പോലീസുകാരൻ എന്നാണ് പറയുന്നത്. അങ്ങനെ ഇവരുടെ കയ്യിലുണ്ടായിരുന്ന 7 മണി സമയമാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ നേരം പെട്ടെന്ന് ഇരുട്ടുന്ന ഒരു സമയം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഈ 7 മണി സമയത്ത് ഇവരുടെ മൊബൈലിലെ ഫ്ലാഷ് അടിച്ചു നോക്കുന്ന സമയത്ത് ഒരാൾ അവിടെ പതുങ്ങി എന്നുള്ളതാണ് ഇവർ പറയുന്നത്. പിന്നീട് ആ മേഖലയിലേക്ക് ഇവർക്ക് ഈ വെളിച്ചക്കുറവെല്ലാം ഉള്ളതുകൊണ്ടും അതോടൊപ്പം തന്നെ ഈ പ്രതിയുടെ കയ്യിൽ ഒരു ആയുധമുണ്ട് എന്നുള്ളത് നേരത്തെ തന്നെ ഈ നാട്ടുകാർക്ക് സംശയമുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ കുട്ടികൾക്ക് ഇയാൾക്ക് അരികിലേക്ക് എത്താൻ കഴിഞ്ഞില്ല. പിന്നീട് ഈ ഉദ്യോഗസ്ഥനും അതോടൊപ്പം തന്നെ കുട്ടികളും എല്ലാം ഈ പോലീസിന് വിവരം കൈമാറുന്നു. അങ്ങനെ പോലീസിന് കൈമാറിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ മേഖലയിൽ തിരച്ചിൽ നടത്തിയത്. എസ്കേൻ ദാ ഈ പറഞ്ഞ സ്ഥലത്ത്, അതായത് ഈ ഗ്രൗണ്ടിൽ ഞാൻ നേരിട്ട് പോയതാണ്, നമ്മുടെ മാധ്യമ സംഘം പോയതാണ്. നമ്മൾ അവിടെ എത്തുന്ന സമയത്ത് ഇതൊരു കളിസ്ഥലമാണ്. പക്ഷേ ഈ കളിസ്ഥലത്തേക്ക് എത്തണമെങ്കിൽ ഏറെ പ്രയാസപ്പെട്ട ഒരു മേഖലയാണ്. കാരണം അങ്ങോട്ട് നടന്നു പോലും ചെല്ലാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ്. ഒരു വേള നമ്മുടെ യൂണിറ്റ്, അതായത് നമ്മുടെ ക്യാമറമാനും നമ്മുടെ സഹായി വിഷ്ണു അടക്കം വേറൊരു ഗ്രൂപ്പാകുന്നു, ഞാൻ ഒറ്റയ്ക്കൊരു ഗ്രൂപ്പാകുന്നു. ആ സമയത്ത് എനിക്ക് പോലും ഒരു വേള ഭയം തോന്നിപ്പോയി. സ്കേൻ സത്യം പറയുകയാണ്. അതായത് എനിക്ക് പോലും ഒരു ഭയം തോന്നിപ്പോയി. കാരണം ഈ പ്രതി എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഈ കുട്ടികളെ സംബന്ധിച്ച് അവർ എങ്ങനെ ചിന്തിച്ചിരിക്കും എന്ന് പറയാൻ പോലും കഴിയാത്ത സാഹചര്യമാണ്. കാരണം ഒരു മൊബൈൽ ഫ്ലാഷ് മാത്രമാണ് ഈ കുട്ടികളുടെ കയ്യിൽ ഉണ്ടായിരുന്നത്. ആ മൊബൈൽ ഫ്ലാഷ് അടിച്ചുകൊണ്ടാണ് ഈ ചെന്താമരയാണ് നിങ്ങൾ അവരെ കവർ ചെയ്യൂ എന്ന് ഈ പോലീസുകാരൻ അഭ്യർത്ഥിക്കുന്ന സമയത്ത് അവർ ഈ പ്രതിയെ പിടികൂടാൻ ശ്രമിക്കുന്നത്. പക്ഷേ കൃത്യമായി ഈ കുറ്റിക്കാട്ടിൽ പ്രതി പതുങ്ങുന്നു. അവിടെ നിന്ന് പ്രതി രക്ഷപ്പെടുകയുമാണ് ഉണ്ടായതെന്നുള്ളതാണ് ഈ കുട്ടികൾ പറയുന്നത്. പക്ഷേ പിന്നീട് പോലീസ് എത്തുന്നു, വലിയ പോലീസ് സന്നാഹം എത്തുന്നു. ഈ പോലീസ് സന്നാഹം എത്തി അവർ ഈ മേഖലയിലാകെ തിരച്ചിൽ നടത്തുന്നു. പക്ഷേ ഈ തിരച്ചിൽ നടത്തിയെങ്കിലും ഈ പ്രതിയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സ്കേൻ, ഇത് കുറ്റിക്കാടുകളാണ്. അതുകൊണ്ട് തന്നെ ഈ വളർന്നു നിൽക്കുന്ന ഒരാൾ പൊക്കത്തിലൊക്കെ ഉള്ള കാടുകളാണ്. അതുകൊണ്ട് തന്നെ നമുക്കൊരാൾ പെട്ടെന്ന് പതുങ്ങിയിരുന്നാൽ പോലും കാണാൻ കഴിയില്ല. അതോടൊപ്പം തന്നെ വലിയ വലിയ മരങ്ങളുണ്ട്. ഈ മരത്തിലടക്കം കയറി പ്രതിക്ക് രക്ഷപ്പെടുന്നതിനുള്ള സാധ്യത എല്ലാം ഉണ്ട്. ഈ